ഓക്കെ, നമസ്കാരം. നമുക്ക് SBIയിൽ അക്കൗണ്ടുള്ള ഒരു കസ്റ്റമർക്ക്, സേവിങ്സ് അക്കൗണ്ടുള്ള ഒരു കസ്റ്റമർക്ക് ബാങ്കിൽ പോവാതെ തന്നെ എങ്ങനെയാണ് ഇന്റർനെറ്റ് ബാങ്കിങ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മൊബൈലിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ നമ്മൾ onlinesbi.com എന്നുള്ള സൈറ്റിൽ പോയാൽ ഇങ്ങനെയാണ് എൻ്റെ ഹോം സ്ക്രീൻ വരിക കേട്ടോ. അതിൽ പേഴ്സണൽ ബാങ്കിങ് ഉണ്ട്, കോർപ്പറേറ്റ് ബാങ്കിങ് ഉണ്ട്. നമുക്ക് പോകേണ്ടത് പേഴ്സണൽ ബാങ്കിങ്ങിലാണ്. പേഴ്സണൽ ബാങ്കിങ്ങിൽ ഈ ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫിഷിംഗ് അലർട്ട് വരും. അതിൽ നമ്മൾ കണ്ടിന്യൂ ലോഗിൻ കൊടുക്കാം. നോക്കൂ, എന്നിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, ന്യൂ യൂസർ രജിസ്റ്റർ സ്റ്റോക്ക് ആക്റ്റീവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ക്രീൻ വരും. ഓക്കെ, അതിൽ ഡ്രോപ്പ് ഡൗണിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ന്യൂ യൂസർ രജിസ്ട്രേഷൻ, ഓക്കെ. രണ്ടാമത്തത് ആക്ടിവേഷൻ ഓഫ് യൂസർ നെയിം. നമുക്ക് ആദ്യം ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്താ നോക്കാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രീൻ വരും. ഓക്കെ, ഈ സ്ക്രീനിൽ ചോദിക്കാൻ നോക്കൂ, ഫസ്റ്റ് അക്കൗണ്ട് നമ്പർ, CIF നമ്പർ, ബ്രാഞ്ച് കോഡ്, ഇതെല്ലാം നിങ്ങളുടെ പാസ്ബുക്കിലുണ്ടാവും, ഈ ഡീറ്റെയിൽസ് എല്ലാം കേട്ടോ. അപ്പോൾ അതെല്ലാം അതിൽ എൻ്റർ ചെയ്യുക കറക്റ്റായിട്ട്. അത് കഴിഞ്ഞ് കൺട്രി സെലക്ട് ചെയ്യുക. കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ ഇന്ത്യ എന്നുള്ളത് ഫസ്റ്റ് ഓപ്ഷനാണ്, ബാക്കിയെല്ലാം ആൽഫബറ്റിക് ഓർഡറിലാണ്. ഓക്കെ, അപ്പോൾ ഏത് രാജ്യം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓർക്കുക, നിങ്ങൾ അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള അതേ മൊബൈൽ നമ്പർ വേണം കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. ഇവിടെ നമ്മൾ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ഫെസിലിറ്റിയാണ് വേണ്ടതെന്നുള്ളതാണ്. അതിൽ ഫുൾ ട്രാൻസാക്ഷൻ ഉണ്ട്, ലിമിറ്റഡ് ട്രാൻസാക്ഷൻ ഉണ്ട്, വ്യൂ റൈറ്റ്സ് ഉണ്ട്. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഫുൾ ട്രാൻസാക്ഷൻ ആണ്. ഫുൾ ട്രാൻസാക്ഷൻ കൊടുത്താലേ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ബാങ്കിലെ ട്രാൻസാക്ഷനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. വ്യൂ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അക്കൗണ്ടിൽ ആ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ, സ്റ്റേറ്റ്മെന്റ് പറ്റും, ജനറൽ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഈ ക്യാപ്ച കൊടുത്തിട്ട് നമ്മുടെ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ഒരു OTP വരും. OTP എൻ്റർ ചെയ്യുന്ന സ്ക്രീനിൽ വരും. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ വരും, വെദർ യു ഹാവ് ATM കാർഡ് ഓർ നോട്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കും. ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് വരും. കൺഫേം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എക്സ്പയറി ഡേറ്റും CVV നമ്പറൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള യൂസർ നെയിം സെറ്റ് ചെയ്യാനുള്ള സ്ക്രീൻ വരും. ഓക്കെ, ആ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. ഇൻ കേസ് നിങ്ങൾക്ക് ATM കാർഡ് ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് ATM കാർഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെമ്പററി, നിങ്ങൾക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള സ്ക്രീൻ വരും. പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടെമ്പററി യൂസർ നെയിം ജനറേറ്റ് ആവും. ഓക്കെ, അത് കൂടാതെ റെഫറൻസ് നമ്പറും ജനറേറ്റ് ആവും. ഈ ടെമ്പററി യൂസർ നെയിം ജനറേറ്റ് ആവുന്ന കൂടെ തന്നെ അതിൽ നമുക്കൊരു ഫോം ഉണ്ട്. ആ ഫോം ഡൗൺലോഡ് ചെയ്ത് സൈൻ ചെയ്തിട്ട് ബ്രാഞ്ചിൽ സബ്മിറ്റ് ചെയ്തുകയാണെങ്കിൽ ഒരു ബ്രാഞ്ചിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്യും. ഇതാണ് ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമ്മൾ വേറൊരു ഓപ്ഷൻ കണ്ടില്ലായിരുന്നു, അതിൽ ആക്ടിവേഷൻ ഓഫ് യൂസർ നെയിം. ഓക്കെ, ഇതെന്താന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് സ്ക്രീൻ വരിക, കണ്ടോ. ഇപ്പോൾ ടെമ്പററി യൂസർ നെയിം, ഈ ടെമ്പററി യൂസർ നെയിം എന്ന് പറയണമെങ്കിൽ ഇപ്പം നിങ്ങൾ നേരത്തെ പറയുന്നതല്ലാണ്ട് നിങ്ങൾ ബ്രാഞ്ചിൽ പോയിട്ട് ഇന്റർനെറ്റ് ബാങ്കിങ് വേണമെന്ന് പറയുകയാണെങ്കിൽ അവർ പറയാൻ എനിക്ക് ടെമ്പററി യൂസർ നെയിം അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടെമ്പററി യൂസർ നെയിം നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ടെമ്പററി യൂസർ നെയിം ഇവിടെ കൊടുക്കുക, മൊബൈലിലേക്ക് മെസ്സേജ് വന്ന ടെമ്പററി യൂസർ നെയിം കൊടുക്കുക, പാസ്ബുക്ക് എന്നുള്ള CIF നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് ഈ ക്യാപ്ച അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊബൈലിലേക്ക് OTP വരും. OTP അടിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം സെറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ അത് പാസ്വേഡും സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് 2 രീതിയിലാണ് നമുക്ക്. ഓക്കെ, ഇൻഫാക്ട് ഈ 3 രീതിയാണ് നമുക്ക് പേഴ്സണൽ ബാങ്കിങ്ങിൽ, അതായത് സാധാരണ സേവിങ്സ് അക്കൗണ്ടുള്ള NRI ആയിക്കോട്ടെ അല്ലാതെ നാട്ടിലെ അക്കൗണ്ട് ആയിക്കോട്ടെ, അവർക്ക് ഇന്റർനെറ്റ് ബാങ്കിങ് സെറ്റ് ചെയ്യേണ്ട രീതി ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇത് വൺസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ പ്രൊഫൈൽ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഓക്കെ, ഇത് 2 സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, യോനോ ലൈറ്റ് 2 പേർക്കും, NRI കസ്റ്റമേഴ്സിനും നാട്ടിലെ കസ്റ്റമേഴ്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് യോനോ ലൈറ്റ്. യോനോ ലൈറ്റിൽ നമ്മൾ ഈ യൂസറിനും സെയിം യൂസറിനും പാസ്വേഡ് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. എന്നിട്ട് ആപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ.